ഹായ് ഫ്രണ്ട്സ്. പലരും ഞങ്ങളെ വിളിച്ച് ചോദിക്കാറുണ്ട് കുടപ്പനക്കുന്ന് ഭാഗത്ത് അല്ലെങ്കിൽ പേരൂർക്കട ഭാഗത്തൊക്കെ വീടുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുള്ളത്. കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷന് തൊട്ടടുത്ത് കുടപ്പനക്കുന്ന് ദേവി ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്ത് ഇപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടാവും നിങ്ങൾ. അത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് സിയോൺ റിയൽറ്റേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ ഈ കുടപ്പനക്കുന്ന് ഭാഗത്ത് വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർത്തും വേർത്തായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. 1600 സ്ക്വയർ ഫീറ്റിൽ മുഴുവനും ചുടുകല്ലിൽ പണിതിട്ടുള്ള 3 ബെഡ്റൂമോട് കൂടിയ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ്. കയറി വരുമ്പോൾ തന്നെ കവേർഡ് ആയിട്ടുള്ളൊരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. ഐ മീൻ അവർ ഷീറ്റൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. 4.5 സെൻറ്റാണ് ടോട്ടലായിട്ട് വരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ചെടിയൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. വീട് ഒതുക്കി ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗത്തുമൊക്കെ നമുക്ക് ചെടി നടാനും ചെടി വയ്ക്കാനും ഒക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കവേർഡ് കാർ പോർച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കയറി വരുന്നത് ഒരു കുഞ്ഞു വരാന്തയിലേക്കാണ്. നേരെ കയറി വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു ലിവിങ് ഏരിയയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ടി വി ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നേരെ കയറി വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ. അപ്പോൾ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ. ഇവിടെ ഒരു അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. മുകളിലത്തെ നില അവർ ഉപയോഗിക്കാറില്ല. താഴെ മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത്. 2 പേര് മാത്രമേ പ്രായമുള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ട് അവർ അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. 6 വർഷമായി വീട് വച്ചിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അമ്മയും അച്ഛനും മാത്രം ഉള്ളതുകൊണ്ട് വളരെ നീറ്റായിട്ട് തന്നെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കിച്ചണാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ കബോർഡുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ അമ്മ കിച്ചണൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് സ്പേസിന് വേണ്ടിയിട്ട് ഇത്രയും പോർഷൻ വർക്ക് ഏരിയ. ഇവിടെയും കബോർഡുകളെല്ലാം അവർ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ. നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു വർക്ക് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഷീറ്റ് ഇട്ടിരിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളോ തുണികളോ ഒക്കെ മഴക്കാലത്ത് വിരിക്കാനും അല്ലെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ പോർഷനും അതുപോലെ തന്നെ നമുക്ക് ഗ്രില്ലെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നനകല്ലൊക്കെ കൊടുത്തിരിക്കുന്നത്. നനകല്ലും വാട്ടർ ടാങ്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകുവശത്തും സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ അത് ഗ്രില്ല് തുറക്കുന്നില്ല, വേണമെങ്കിൽ ഞാൻ തുറന്ന് കാണിക്കാം. ഇവിടെയും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ധാരാളം ചെടികളും പച്ചക്കറികളൊക്കെ വയ്ക്കാനുള്ള സൗകര്യം അവർ കൊടുത്തിട്ടുണ്ട്. ഗ്രോ ബാഗിനകത്ത് നമുക്ക് ചെടികളൊക്കെ വയ്ക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ ഇവിടെ ഇപ്പോൾ ഒരു കോക്കറിയൊക്കെ വയ്ക്കാനുള്ള സാധനങ്ങൾ ഷെൽഫായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കോക്കറി ഐറ്റംസ് ഒക്കെ വയ്ക്കാനായിട്ടുള്ള ഷെൽഫ് അവർ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഇത്രയും ഇതാണ് വാഷ് യൂണിറ്റ് ഇവിടെ വരുന്നത്. ഇത്രയും വാഷിന് ഒരു അലമാര പോലെ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു സ്പേസ് നമുക്ക് കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. എന്നാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് താനും. ഇനി നമുക്ക് ഇവിടുത്തെ താഴത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. മേളിൽ 2 ബെഡ്റൂമും താഴെ 1 ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. നല്ലൊരു ബാത്റൂം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമുക്കിനി മുകളിലത്തെ വിശേഷങ്ങൾ കാണാം. താഴെ 1 ബെഡ്റൂമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചുടുകല്ലിലാണ് പണിതിട്ടുള്ളത്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അമ്മയും അച്ഛനും മാത്രമേ വീട്ടിലുള്ളൂ. അതുകൊണ്ട് ഒരു മുകളിലത്തെ നില അങ്ങനെ യൂസ് ചെയ്യാറില്ല. അങ്ങനെയൊന്നല്ല അവർ യൂസ് ചെയ്യാറില്ല. ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ മാത്രമാണ് ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. കയറി വരുമ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ മുകളിലത്തെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ കബോർഡുകളും അതുപോലെ തന്നെ വാർഡ്രോബുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അവർ പണിയിച്ചതാണ്. നല്ല തടി കൊണ്ട് തന്നെയാണ് ഇതെല്ലാം പണിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ളൊരു വാഷ്റൂം അവർ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽസ് എല്ലാം വന്നിട്ട് സെറയുടെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂമാണ്. ഇതും നല്ല വലുപ്പമുള്ളൊരു റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ നല്ല ബാത്റൂം തന്നെയാണ്. സെറയുടെ ഫിറ്റിങ്സ് ആണ് ഇതെല്ലാം യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി. ഒരു ചെറിയ ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് നമുക്കിതാ നോക്കുന്നതാണ് കുടപ്പനക്കുന്ന് ദേവി ക്ഷേത്രം. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അമ്പലം തൊട്ടടുത്ത് തന്നെയാണ്. ഒരു മതിലിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് അമ്പലം കാണാൻ പറ്റും. നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഒരു വിഷ്വലൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ഒരു വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറയാം. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഫുൾ കാഴ്ചകൾ കാണാൻ പറ്റും. കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ കെട്ടിടങ്ങളൊന്നുമല്ല. പക്ഷേ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു വിഷ്വലാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. സൂര്യൻ്റെ ആ ഒരു പ്രകാശവും പടിഞ്ഞാറ് അങ്ങോട്ടാണ് കേട്ടോ. സോ പടിഞ്ഞാറിൻ്റെ ഒരു എന്താ പറയുക, സൂര്യൻ അസ്തമിക്കുന്ന ഒരു
എന്താ പറയുക ചെങ്കതിരോൺ എന്നൊക്കെ പറഞ്ഞ പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കാലിറ്റിയിലാണ് ഈ വീട് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിവിൽ സ്റ്റേഷൻ തൊട്ടടുത്താണ്. ഇവിടുന്ന് കുടപ്പനക്കുന്ന് ജംഗ്ഷനിലേക്ക് പോകാൻ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. കുടപ്പനക്കുന്ന് ദേവി ടെമ്പിൾ അടുത്താണ്. പിന്നെ കുന്നത്തൂർ മഹാദേവ ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത് നമുക്ക് നടന്നു പോകേണ്ട ഡിസ്റ്റൻസിലാണ് ആ അമ്പലം വരുന്നത്. അങ്ങനെ ഒരുപാട് അമ്പലവും പള്ളിയൊക്കെ ഉള്ളൊരു ഏരിയയിലാണ്. നമുക്ക് അത് മാത്രമല്ല മേരിഗിരി സ്കൂൾ തൊട്ടടുത്താണ്, സെയിൻറ്റ് തോമസ് സ്കൂൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പേരൂർക്കടയിലോട്ടാണെങ്കിലും അല്ല നമ്മുടെ അമ്പലമുക്കിലോട്ടാണെങ്കിലും അല്ല കവടിയാറിലോ വെള്ളയമ്പലോ ഒക്കെ പോകണമെങ്കിൽ വളരെ ഈസി ആയിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു വീടുള്ളത്. ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് വരുന്നത്. ഇതിൻ്റെ മേളിലൂടെയാണ് നമ്മൾ മേളിലേക്ക് പോകുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് കേട്ടോ ഈ വീട് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ അമ്മയും അച്ഛനും താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ട് ആ വീഡിയോ ഒന്നും കാണിക്കാത്തത്. അതുകൊണ്ട് നമുക്ക് വന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ല മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് താമസിക്കാൻ വേണ്ടി വെച്ച വീടായതുകൊണ്ടാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അമ്മയും അച്ഛനും പ്രായമായതുകൊണ്ട് മകൻ്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ അത് അർജൻറ്റ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റിയിൽ നടുവിൽ വീടൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സിവിൽ സ്റ്റേഷൻ ഇനി കോടതി സംശയമെല്ലാം നമ്മുടെ സിവിൽ സ്റ്റേഷനിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു എന്താ പറയുക ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കുടപ്പനക്കുന്ന് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അത്രയും വേർത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് നല്ലൊരു വീട് സ്വന്തമാക്കാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു 4.5 സെൻറ്റ് വീടും 4.5 സെൻറ്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റ് ചുടുകളിൽ പണിത 3 ബെഡ്റൂമോട് കൂടിയ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവർ ചോദിക്കുന്ന വില 1,15,00,000 രൂപയാണ്. ഇപ്പോൾ അമ്മ പറഞ്ഞത് വന്ന ആൾക്കാർ 1 കോടി രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മ വിൽക്കാതെ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 1,15,00,000 രൂപയാണ് ഈ വീടിന് ചോദിക്കുന്നത്. ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കാണുന്ന സിയോൺ റിലേറ്റേഴ്സിൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും